ചുരൽമലയിൽ നിന്ന് മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഹീദ്, ഇന്ന് 2 മൃതദേഹ അവശിഷ്ടങ്ങൾ കൂടി കണ്ടെടുത്തു എന്ന് പറയുന്നല്ലോ. ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തൊക്കെ വിവരങ്ങളാണ് ഏറ്റവും പുതിയതായി പങ്കുവയ്ക്കാനുള്ളത് മുഹമ്മദ് ഷഹീദ്? മുത്തി സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തായി ആഴങ്ങളിൽ വലിയ പരിശോധന ഇന്ന് വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ നടത്തുന്നു. ഒപ്പം തന്നെ മുണ്ടക്കയിലും ചൂരൽമലയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന ഈ ദൗത്യ സംഘത്തിൻ്റെ പരിശോധന ഇപ്പോഴും ഇന്നും സജീവമായി തുടരുകയാണ്. പ്രധാനമായും ചൂരൽമലയിൽ ഈ ഉരുൾപൊട്ടിയ സ്ഥലത്ത് കല്ലും പാറയും മണ്ണുമൊക്കെ നിറഞ്ഞ സ്ഥലത്ത് അത് മാറ്റുന്നു. ഹിറ്റാച്ചി ഉപയോഗിച്ച് അത് മുകളിൽ നിന്ന് മാറ്റി താഴെയിൽ മണ്ണിന് ചളിക്കടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധനയാണ് ഇന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുണ്ടക്കയിലും സമാന രീതിയിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. വിവിധ ദൗത്യ സംഘങ്ങളുണ്ട്, ഏജൻസികളുണ്ട്. ഒപ്പം തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തനം വളരെ സജീവമായി രംഗത്തുണ്ട്. മുണ്ടക്കയിലും സമാനമായ രീതിയിലുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴ അല്പസമയം മുമ്പ് കുറച്ച് മഴ ഉണ്ടായിരുന്നു, മഴയുടെ ഭീഷണി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണുള്ളത്. ആ അന്തരീക്ഷം, അനുകൂലമായ അന്തരീക്ഷം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തുടരുകയാണ്. ഇന്ന് ഈ പോത്തുകല്ല് ഭാഗത്ത് നിന്നാണ് 2 ശരീര അവയവങ്ങൾ ലഭിച്ചിട്ടുള്ളത്. അവിടെ കൂടുതലുണ്ടാകുന്ന ഒരു കണക്കൂട്ടലിൻ്റെ ഭാഗമായുള്ള പരിശോധന അവിടെയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തേക്കൊക്കെ ഈ ഉരുൾപൊട്ടലിൽ വീടുകളൊക്കെ നശിച്ച ആളുകൾ, അതിജീവിച്ച ആളുകൾ ഇന്ന് അവരുടെ വീടുകളിലൊക്കെ ഇന്നും അവർ വന്ന് അതിൻ്റെ സ്ഥിതിഗതികൾ അന്വേഷിക്കാനുമൊക്കെ വന്നിരുന്നു. അവർ പലരും ആദ്യമായാണ് വരുന്നത്. അതായത് ദുരന്തമുണ്ടായി ഒരാഴ്ചക്കാലത്തോളം അതിജീവന ക്യാമ്പിലൊക്കെ കഴിഞ്ഞ ശേഷം ആദ്യമായി വീട്ടിലെത്തുന്ന ആളുകൾ അവരുടെ അത് നേരിട്ട് അനുഭവിക്കുന്ന സാഹചര്യം കൂടി നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ കാണാൻ കഴിയുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും ഇവിടെ ഇന്നും ഈ ചുരൽമലയിലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബെയിലിപ്പാലം ഉൾപ്പെടെയുള്ള സ്ഥലത്തിന് തൊട്ട് പിറകിലായി കാണുന്ന സ്കൂൾ, അതിൻ്റെ തൊട്ടടുക്കിലായി ഉള്ള ബിൽഡിങ്ങിൻ്റെ സൈഡിലൊക്കെ അരികിലൊക്കെയാണ് കഴിഞ്ഞ ദിവസം കൂടുതൽ ശരീരഭാഗങ്ങൾ ഒക്കെ കണ്ടെടുത്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇനിയും ഉണ്ടാകുമെന്നുള്ള ഒരു കണക്കുകൂട്ടലാണുള്ളത് അന്വേഷണ സംഘത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരാൻ തന്നെയാണ് തീരുമാനം. മോത്തി ഷഹീദ്, എത്ര സമയം പതിവ് പോലെ തന്നെ 5 മണിവരെ ആയിരിക്കുമോ ഈ തെരച്ചിൽ തുടരുക? മറ്റെന്തെങ്കിലും ആക്ഷൻ പ്ലാനുകൾ ഇന്നത്തെ തെരച്ചിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? മോത്തി, ഏറ്റവും പ്രധാനമായും ഈ അടിഞ്ഞുകൂടിയിരിക്കുന്ന കല്ലും മണ്ണും ചളിമണ്ണുമൊക്കെ മാറ്റുക എന്നുള്ളതാണ് ഈ തിരച്ചിൽ സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനമായ മുന്നിലുള്ള വെല്ലുവിളി. അത് നേരത്തെ അവർ നമ്മളോട് ആ കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. അതായത് ഉരുൾപൊട്ടലിൽ അടിഞ്ഞുകൂടി വന്ന മണ്ണ് അത് മാറ്റി സ്വാഭാവികമായും ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് കറുപ്പ് നിറമുള്ള മണ്ണ് കാണുന്നത് വരെ പരിശോധിച്ചുകൊണ്ടിരിക്കുക, കുഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ ചെയ്യുന്നത്. ഒരു ഭാഗത്ത് അങ്ങനെ കല്ലും മണ്ണും മാറ്റിയ ശേഷം അവിടെ ഹിറ്റാച്ചി JCB ഉപയോഗിച്ച് മാറ്റിയ ശേഷം അവിടെ നേരിട്ട് ആളുകൾ പോയി മണ്ണിൽ പരിശോധിക്കുന്നു. ആ മാറ്റിയ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ ആളുകൾ ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ ശരീരങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നു. ആ രീതിയിൽ അങ്ങനെ ഓരോ ഭാഗവും അത് പൂർത്തിയാക്കി അത് അവിടെ ഇല്ല എന്ന് ഉറപ്പുവരുത്തി അതിനുശേഷം താഴേക്ക് ഇറങ്ങി ആ രീതിയിലുള്ള ഒരു പരിശോധനയാണ് നടത്തുന്നത്. ഒപ്പം തന്നെ ആളുകൾ കൂടുതലായി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ സ്കൂളിന് തൊട്ട് പിറകിലായി അവിടെ ശരീരഭാഗങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂടുതൽ കണ്ടെത്തിയിരുന്നു. അത്തരം കേന്ദ്രങ്ങളിൽ മുകളിൽ നിന്നും വീടുകൾ ഒലിച്ചിറങ്ങി ഒഴുകിയെത്തിയ സ്ഥലങ്ങളിൽ അവിടെ കൂടുതൽ കണ്ടെത്താൻ കഴിയുമെന്നൊരു കണക്കുകൂട്ടലിൽ അവിടെ കേന്ദ്രീകരിച്ചും തിരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ മുണ്ടക്കൈ അങ്ങാടി ഉൾപ്പെടെയുള്ള അതിലെ താഴ്ഭാഗങ്ങളിലൊക്കെ നിരവധി വീടുകളുള്ള സ്ഥലത്ത് അവിടെയും സമാനമായ രീതിയിൽ ആളുകൾ കെട്ടിടത്തിൻ്റെ മണ്ണിനടിയിൽ ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിൽ അവിടെയും ആ മേഖല കേന്ദ്രീകരിച്ചും ഊർജിതമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് ഈ തേയിലത്തോട്ടങ്ങൾ ചുറ്റുപാടുമുണ്ട്. ഈ കനത്ത പ്രഹരത്തിൽ വെള്ളം അടിച്ചു കയറിയപ്പോൾ ആളുകൾ തിരിച്ചു പോയിട്ടുണ്ടോ, തോട്ടങ്ങളിൽ എവിടെയും കിടക്കുന്നുണ്ടോ എന്നുള്ള തരത്തിൽ ആ തോട്ടം മേഖലകൾ കേന്ദ്രീകരിച്ചും ഇന്നും രാവിലെയും നമുക്ക് അവിടെ പരിശോധന നടത്തുന്നത് അത് കാണാൻ കഴിഞ്ഞിരുന്നു. ശരി ഷഹീദ്, ചൂരൽമലയിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്.